സർവം നാരായണാർപ്പണമസ്തു. ദേവധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്വഗുണമൂർത്തി ശ്രീമൻ നാരായണൻ. കഥ കേൾക്കാം. ഒരു നാൾ കശ്യപമുനിയുടെ നേതൃത്വത്തിൽ മഹർഷിമാരെല്ലാവരും ചേർന്ന് ശ്രേഷ്ഠമായ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ ആ യാഗത്തിലേക്ക് നാരദ മഹർഷിയും വരികയുണ്ടായി. നാരദ മഹർഷിയാകട്ടെ യാഗത്തിൻ്റെ ഐശ്വര്യം കണ്ട് യാഗത്തെ പുകഴ്ത്തുകയും ഇത്രയും ശ്രേഷ്ഠമായ യാഗത്തിൻ്റെ ഹവിർഭാഗം ആർക്കു കൊടുക്കാനാണ് തീരുമാനിച്ചതെന്നും ആരാഞ്ഞു. അപ്പോൾ കശ്യപമുനി പറഞ്ഞു, ത്രിമൂർത്തികളിൽ സത്വഗുണമുള്ളയാൾക്കാണ് ഹവിർഭാഗം നൽകുക. എന്നാൽ ത്രിമൂർത്തികളിൽ ആർക്കാണ് സത്വഗുണമുള്ളതെന്നറിയാൻ വേണ്ടി ഭൃഗു മഹർഷിയെ നിയോഗിച്ചു. ഭൃഗു മഹർഷി അവരെ പരീക്ഷിക്കാൻ വേണ്ടി സത്യലോകമായ ബ്രഹ്മദേവന്റെ ലോകത്തേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ കണ്ടത് ബ്രഹ്മദേവൻ സാവിത്രി, ഗായത്രി, സരസ്വതീ ദേവിമാർക്കൊപ്പം മറ്റു ദേവന്മാർക്കും ഉപദേശം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭൃഗു മഹർഷി കുറച്ചു സമയം അവിടെ ചെലവഴിച്ചെങ്കിലും മഹർഷി അവിടേക്ക് വന്നത് ബ്രഹ്മദേവൻ അറിഞ്ഞില്ല. ഭൃഗു മഹർഷിയാകട്ടെ ബ്രഹ്മദേവൻ തന്നെ അവഗണിച്ചു എന്ന കാരണത്താൽ ഭൂലോകത്ത് ബ്രഹ്മദേവന് ഒരിടത്തും ക്ഷേത്രങ്ങളില്ലാതെ പോകട്ടെ എന്ന് ശപിച്ചു. കൂടാതെ ബ്രഹ്മദേവനെ ഒറ്റയ്ക്ക് വച്ച് ആരും പൂജിക്കപ്പെടരുത് എന്നുള്ള മറ്റൊരു ശാപവും കൊടുത്തു. എന്നിട്ട് നേരെ കൈലാസത്തിലേക്ക് പോയി. കൈലാസത്തിലെത്തിയ ഭൃഗു മഹർഷി കണ്ടത് പാർവതി പരമേശ്വരന്മാർ ആനന്ദത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഭൃഗു മഹർഷി അവിടെ എത്തിയത് അവരും ശ്രദ്ധിച്ചില്ല. എന്നിരുന്നാലും ദേവി മനസ്സിലാക്കുകയും പെട്ടെന്നു തന്നെ ദേവി എഴുന്നേറ്റ് ആംഗ്യഭാഷയിൽ മഹാദേവനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനുവാദം കൂടാതെ അകത്തു വന്നത് ശരിയായില്ല എന്ന് മഹാദേവൻ ഭൃഗു മഹർഷിയെ കുറ്റപ്പെടുത്തി. ഈ അവസരത്തിൽ കുപിതനായ ഭൃഗു മഹർഷി ശ്രീ മഹാദേവന് രൂപമുണ്ടായിരിക്കുകയില്ല എന്നും അരൂപിയായി വിളങ്ങട്ടെ എന്നും ജനങ്ങൾ ലിംഗത്തെ മാത്രമേ പൂജിക്കൂ എന്നുമുള്ള ശാപം നൽകി അവിടെ നിന്നും പോയി. കൈലാസത്തിൽ നിന്നും ഭൃഗു മഹർഷി നേരെ പോയത് വിഷ്ണുവിൻ്റെ വൈകുണ്ഠ ലോകത്തേക്കായിരുന്നു. അവിടെയും ഭൃഗു മഹർഷിയുടെ വരവ് മനസ്സിലാക്കാൻ വിഷ്ണുവിനും കഴിഞ്ഞില്ല. മഹർഷി കോപത്തോടെ പരന്ധാമ എന്ന് ഉച്ചത്തിൽ വിളിച്ചു. അപ്പോഴാണ് മഹാലക്ഷ്മിയും ശ്രീ മഹാവിഷ്ണുവും ഭൃഗു മഹർഷിയെ കാണുന്നത്. അപ്പോഴേക്കും മഹർഷി അതീവ കോപത്തോടെ തന്നെ മനഃപൂർവ്വം അവഗണിച്ചതാണെന്നു കരുതി വിഷ്ണുവിൻ്റെ വക്ഷസിൽ മഹർഷി ആഞ്ഞു ചവിട്ടി. ഇതു കണ്ട് കോപാകുലയായ മഹാലക്ഷ്മി വിഷ്ണു ഭഗവാൻ മഹർഷിയെ ശപിക്കുമായിരിക്കും എന്നും വിചാരിച്ചു. എന്നാൽ പകരം ശ്രീ മഹാവിഷ്ണു ചാടി എഴുന്നേറ്റ് മഹർഷിയുടെ ചരണങ്ങളിൽ നമസ്കരിക്കുകയും അങ്ങയുടെ പാദങ്ങൾ വേദനിച്ചു കാണുമെന്ന് പറഞ്ഞ് മഹർഷിയുടെ പാദങ്ങളിലെ ഒരു കണ്ണ് ചൂഴ്ന്നെടുത്ത് ദൂരേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഈ കണ്ണാണ് ഭൃഗു മഹർഷിയുടെ അഹങ്കാരത്തിന് കാരണം. അങ്ങനെ ചെയ്തപ്പോൾ മഹർഷിയുടെ കോപം ഇല്ലാതാവുകയും ഒപ്പം അഹങ്കാരം വഴിമാറുകയും ചെയ്തു. ശേഷം യാഗശാലയിലേക്ക് തിരിച്ചെത്തിയ ഭൃഗു മഹർഷി സത്യലോകത്തും കൈലാസത്തും വൈകുണ്ഠലോകത്തും വച്ചു നടന്ന എല്ലാ കഥകളും വിശദീകരിച്ചു. അതിനുശേഷം മഹർഷിമാരെല്ലാവരും ചേർന്ന് ത്രിമൂർത്തികളിൽ ശ്രേഷ്ഠനും സത്വഗുണവാൻ ആയത് ശ്രീ മഹാവിഷ്ണുവാണെന്നും ശ്രീ ലക്ഷ്മീനാരായണന് തന്നെ യാഗത്തിൻ്റെ ഹവിർഭാഗം കൊടുക്കണമെന്നും തീരുമാനിച്ചു. എന്നാൽ താൻ നിറഞ്ഞു നിന്നിരുന്ന ഭഗവാന്റെ വക്ഷസിൽ ഭൃഗു മഹർഷി ആഞ്ഞു ചവിട്ടിയപ്പോൾ മഹർഷിയെ ശപിക്കാത്തതിനാൽ മഹാലക്ഷ്മി അടങ്ങാത്ത കോപത്തോടെ വൈകുണ്ഠം ഉപേക്ഷിച്ച് ഭൂലോകത്ത് വന്നു. അവിടെ തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങി. ഭഗവാൻ തൻ്റെ ലക്ഷ്മിയെ തേടി ഭൂലോകത്ത് വന്നു. അങ്ങനെയുണ്ടായതാണ് തിരുപ്പതി മല. അവിടെ ശ്രീനിവാസൻ സ്ഥിരമായിരുന്നു കൊണ്ട് ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്നു. തന്മൂലമാണ് തിരുപ്പതി ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്നത്. ശ്രീ ലക്ഷ്മീനാരായണനാണ് ശ്രീനിവാസൻ.